നമസ്കാരം. ഉത്തരം നക്ഷത്രക്കാരുടെ വിഷുഫലം. ഉത്തരം നക്ഷത്രക്കാർക്ക് ഈയൊരു വർഷക്കാലഘട്ടം ശത്രുക്കളെ മിത്രങ്ങളാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങളുടെ കൂടെ ശത്രുക്കളായിരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളോട് ശത്രുത ഉണ്ടായിരുന്നവർ, നിങ്ങളോട് അസൂയുള്ള വ്യക്തികൾ, ഇവരെല്ലാവരും ഇതെല്ലാം മാറ്റിവെക്കുകയും നിങ്ങളോട് സ്നേഹത്തോടു കൂടി നിങ്ങളുടെ അരികിൽ വരുന്നതും നിങ്ങൾക്ക് തന്നെ കാണുവാൻ സാധിക്കും. ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾക്കുണ്ടാകുന്ന ശത്രുതയെല്ലാം മാറുകയും നിങ്ങൾക്ക് ജീവിതം സന്തോഷകരമായി, ആനന്ദകരമായി, മനോഹരമായ ജീവിതം കാഴ്ചവെക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ആരോഗ്യപരമായി മുൻകാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വളരെ നാളുകളായി ഒരു വലിയൊരു അസുഖം ഉണ്ടായിരുന്നു, അതിന് മാറുന്നില്ല, അത് വളരെ ബുദ്ധിമുട്ടായിട്ട് പോയിക്കൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ആ അസുഖം പൂർണ്ണമായി മാറും എന്ന് പറയുന്നില്ല. എന്നാൽ അതിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും. ഒരു 50% അത് കുറയുകയും, കൂടാതെ അതിൽ നിന്നും നിങ്ങൾക്ക് വേദന അനുഭവിച്ചിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ വേദന കുറയുന്നു, അല്ലെങ്കിൽ രോഗം മൂലം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന വ്യക്തികളാണ്, ആ ബുദ്ധിമുട്ടിലെല്ലാം ഒരു മാറ്റം വരികയും നല്ല രീതിയിൽ ഒരു അസുഖത്തിന് ഒരു മാറ്റം ഉണ്ടാകുകയും സുഖം പ്രാപിച്ച് വരുന്നത് തന്നെ നമുക്ക് തൊട്ടറിയാതെ കണ്ടറിയുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നല്ലൊരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് ഉത്തരം നക്ഷത്രക്കാർ എന്ത് കാര്യത്തിനിറങ്ങിയാലും ഇവിടെ വിജയം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. സാമ്പത്തികം സേവ് ചെയ്യുവാൻ സാധിക്കും. വസ്തു വാങ്ങുവാനോ വീട് വയ്ക്കുവാൻ, വാഹനം വാങ്ങുവാൻ, ഇതിനെല്ലാം കഴിയുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യുക, അല്ലെങ്കിൽ അവിടെ വിദ്യാഭ്യാസം നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഇങ്ങനെ പല പല മേഖലയിൽ നിങ്ങൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും അവസരങ്ങളും ധനലാഭവും ധനം നിങ്ങൾക്ക് സ്വരൂപിച്ച് വയ്ക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾ നാഗദൈവങ്ങളെ, സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, വഴിപാട് നടത്തുക, ഇതെല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എന്നിരുന്നാലും ഇങ്ങനത്തെ അനുഭവങ്ങൾ, ഇത്രയും വിഷുഫലത്തിലെ ഈ ഒരു ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്നില്ല, ദോഷഫലങ്ങളാണ് കൂടുതൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എന്നാൽ ആ പരിഹാരമെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്കുണ്ടാകുന്ന ഈ വിഷുഫലത്തിൽ പറയുന്ന ഗുണഫലങ്ങൾ വളരെ കൂടുതൽ ഇരട്ടിയായി ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ജാതക സംബന്ധമായ സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.